കൊല്ലത്ത് നടന്ന 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിൽ അതിഥിയായി എത്തിയത് നടൻ മമ്മൂട്ടിയായിരുന്നു. കലോത്സവത്തിന്റെ സമാപന വേദിയിൽ നിറഞ്ഞ കൈയടി നേടിയാണ് മുഖ്യാതിഥിയായി എത്തിയ മമ്മൂട്ടി മടങ്ങിയത്. അതേസമയം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളന വേദിയിൽ അവതാരകന്റെ വേഷത്തിലെത്തിയത് നടനും MLA-യുമായ മുകേഷ് ആയിരുന്നു. കലോത്സവ വേദിയിൽ മമ്മൂട്ടിയെക്കുറിച്ച് മുകേഷ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഒരുപാട് തിരക്കഥകൾ വായിക്കുകയും വേണ്ടെന്ന് വെക്കുകയും ചെയ്തിട്ടുള്ളവരാണ് ഞങ്ങൾ. എന്നാൽ നമ്മൾക്ക് പിടികിട്ടാത്തൊരു തിരക്കഥയുണ്ട്. ജീവിതത്തിന്റെ തിരക്കഥയാണതെന്ന് മുകേഷ് പറയുന്നു. 42 വർഷങ്ങൾക്ക് മുൻപ് കൊല്ലത്ത് കാർത്തിക ഹോട്ടലിൽ മമ്മൂട്ടി താമസിച്ച് ബലൂൺ എന്ന ചിത്രത്തിൽ ഡോക്ടർ BA രാധാകൃഷ്ണന്റെ ഫിയറ്റ് കാറിൽ തന്നെയും കൂട്ടി പുത്തൂരിലെ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ താൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അദ്ദേഹം ഒരു മഹാനടനായിട്ട് വരുമ്പോൾ താൻ ഇവിടെ MLA ആയിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കാനുണ്ടാകുമെന്നാണ് മുകേഷ് ഓർമ്മകൾ പങ്കുവച്ച് സംസാരിച്ചത്. ശ്രീനിവാസൻ മുൻപൊരിക്കൽ തന്നോട് പറഞ്ഞൊരു കാര്യവും മുകേഷ് ഈ വേദിയിൽ പറയുന്നുണ്ട്. കടലിനെയും മമ്മൂട്ടിയെയും നോക്കി നിന്നാൽ ബോറടിക്കില്ലെന്ന് പണ്ട് ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട്. കടലിനും എനർജിയാണ്, മമ്മൂട്ടിക്കും എനർജിയാണ്, അതുകൊണ്ടാണ് മടുപ്പില്ലാത്തതെന്നാണ് മുകേഷ് പറയുന്നത്. അതോടൊപ്പം നായർ സാബ് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്തെ ചില അനുഭവങ്ങളും മുകേഷ് പങ്കുവെക്കുന്നുണ്ട്. നായർ സാബിൽ അഭിനയിക്കാൻ ഞങ്ങൾ കശ്മീരിൽ പോയപ്പോൾ അദ്ദേഹം ഓഫീസറും ഞങ്ങൾ കമാൻഡോകളുമായിരുന്നു. അവിടെ ഞങ്ങളെ പരേഡ് ചെയ്യിപ്പിക്കുകയും എക്സസൈസ് ചെയ്യിപ്പിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ അവിടുത്തെ ശരിക്കുള്ള ഒരു ബ്രിഗേഡിയർ തന്നോടൊരു സ്വകാര്യം പറഞ്ഞിരുന്നു. ഞങ്ങളുടെ റെജിമെന്റിൽ നിങ്ങളെപ്പോലെ സുമുഖനായ എനർജറ്റിക് ആയുള്ള ശബ്ദ ഗാംഭീര്യമുള്ള ഒരു ഓഫീസർ ഇല്ലെന്ന്. ഇക്കാര്യവും മുകേഷ് കലോത്സവത്തിനെത്തിയവർക്കായി പങ്കുവെക്കുന്നുണ്ട്. അതേസമയം കൊല്ലത്തെ ആശ്രമം മൈതാനിയിലേക്ക് ആർത്തലച്ച കടൽ പോലെ ഇരമ്പിയെത്തിയ സമാപന വേദിയെ അക്ഷരാർത്ഥത്തിൽ ത്രസിപ്പിക്കുകയായിരുന്നു മമ്മൂട്ടി. മഴക്കോളിലും നിറഞ്ഞു കവിഞ്ഞ സദസ്സിൽ കലാകിരീടം കണ്ണൂർ ജില്ലയ്ക്ക് സമ്മാനിച്ച മമ്മൂട്ടി പ്രസംഗത്തിലുടനീളം കയ്യടി നേടിയിരുന്നു. അതേസമയം മമ്മൂട്ടിയുടെ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയ്ക്ക് കാരണമായി മാറിയിട്ടുണ്ട്. വിവേചനങ്ങളില്ലാതെ വളരുന്നതിനെ കുറിച്ച് സംസാരിക്കവേ മമ്മൂട്ടി പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇത്തരമൊരു ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. തന്റെ കോളേജ് പഠനകാലത്ത് വിദ്യാർത്ഥികൾക്കിടയിൽ വിവേചനമില്ലായിരുന്നു എന്ന് പറഞ്ഞത് സിഗരറ്റ് വലിക്കുന്ന സംഭവം പറഞ്ഞുകൊണ്ടായിരുന്നു. എന്നാൽ അത്തരമൊരു ഉദാഹരണം പറയാൻ ലഹരിയെ കൂട്ടുപിടിക്കണമായിരുന്നു എന്നാണ് മമ്മൂട്ടിയെ വിമർശിച്ച് ചിലർ കുറിച്ചത്. 17 വയസ്സിൽ താഴെയുള്ള പിള്ളേരോട് പറയാൻ പറ്റിയ ഉദാഹരണമാണെന്നും ഇങ്ങനെ എന്ത് പറഞ്ഞാലും വെളുപ്പിക്കാൻ ആളുണ്ടാകുമെന്നും ഔചിത്യബോധമെന്ന് പറഞ്ഞൊരു സാധനം വേണമെന്നും ഒക്കെയാണ് ഉയരുന്ന വിമർശനങ്ങൾ. മുന്നിൽ നിൽക്കുന്നത് കുട്ടികളാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ ബഹുഭൂരിപക്ഷം കുട്ടികളും ഓർക്കുന്നത് പറഞ്ഞ ആശയത്തെക്കുറിച്ചാകില്ല, മറിച്ച് അതിൽ പരാമർശിച്ച സിഗരറ്റ് എന്ന പേരും അത് ക്ലാസ് മുറി വരെ വലിച്ച കാര്യവും മാത്രമാകുമെന്നും സിഗരറ്റിനെ കൂട്ടുപിടിച്ച് വേണമായിരുന്നു ലഹരി വിരുദ്ധ കലോത്സവത്തിൽ സാഹോദര്യം വിളമ്പൽ എന്നൊക്കെയാണ് മമ്മൂട്ടിയെ വിമർശിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന പോസ്റ്റുകൾ. ഒരു അഭിമുഖത്തിലാണ് മമ്മൂട്ടി അനുഭവം പങ്കുവെക്കുന്നതെങ്കിൽ പ്രശ്നമില്ല എന്നും സ്കൂൾ കുട്ടികളുടെ മുന്നിൽ ഇങ്ങനെ പ്രസംഗിച്ചത് ശരിയായില്ല എന്നും മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.